എന്തിനാ കാട്ടുകള്ള നീ തുളഞ്ഞു കയറിയത്? എന്തിനാ കാട്ടുകള്ള? പാകിസ്ഥാൻ കാട്ടുകള്ള, നീ എന്തിനു വേണ്ടിയാണ് ആയുധമെടുത്ത് വർഗീയത വേണ്ടി വന്നത്? എന്തിനാ നീ കലാപുണ്ടാക്കാൻ വേണ്ടി വന്നത്? പക്ഷേ നീ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് പറഞ്ഞ് അവന്റെ പേര് ചോദിച്ച് സ്വന്തം ഭാര്യന്റെ മുന്നിലിട്ടുകൊണ്ട് നീ എങ്ങനെയാണ് ചെയ്തത്? പാവം 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 മാത്രമാണ്. നിരവാരികളെ കൊല്ലുമ്പോ പാകിസ്ഥാനെ നിന്നോടറത്. ഇവിടെ സൈത്താൻ, പാകിസ്ഥാൻ സൈത്താൻ നിന്നോടറത്, നിന്നോട് പോയിക്കണത് പാകിസ്ഥാൻ സൈത്താൻ. അവിടെ പച്ചക്കൊടി ഒരുക്കുന്ന പാകിസ്ഥാന്റെ കാട്ടന്മാരെ സൈത്താൻ. നീ എന്തിനാണ് കാശ്മീരിലെ മണ്ണിൽ കയറി ആക്രമിച്ചത്? എന്തിനാണ് കാശ്മീരിലെ മണ്ണിൽ കയറി? കാശ്മീരിലെ മണ്ണിൽ കയറിയിട്ട് നീ എന്തിനാ പാകിസ്ഥാൻ? നീ നമ്മുടെ ഇന്ത്യയിൽ നീ തുളഞ്ഞു കയറിയിട്ട് ആ കാശ്മീരിലെ മണ്ണിൽ കയറിയിട്ട് സ്വന്തം ഭാര്യന്റെ മുന്നിട്ട് കൊണ്ട് നീ ഇഞ്ചിഞ്ചായി വെടിവെച്ച് കൊല്ലും വീത്തുമ്പോ നിന്നെ വീത്തും അടടോ. അതെ, നിന്നെ വീത്തിരിക്കും. ഒരു സംശയം വേണ്ട, നിന്നെ വീത്തിരിക്കും. അതെ, പട്ടാളക്കാര് നിന്നെ വീത്തും. ഇന്ത്യ സോങ് ആണ്, ഡബിൾ സോങ് ആണ്. ഇന്ത്യ ഡബിൾ സോങ് ആണ്. പാകിസ്ഥാൻ നിന്നെ കാച്ചിരിക്കും. സ്വന്തം നിരവാരികളായ കൊന്നിരിക്കുമ്പോ ഇവിടെ സൈത്താൻ പൂരന്മാരെ നിന്നോട് ചെയ്തത്. നീയൊക്കെ എന്താണോ ചെയ്തത്? നീയൊക്കെ മനസ്സിലാണോ? നീയൊക്കെ മനസ്സിലാണോ? നിനക്ക് എങ്ങനെയാണോ തോക്കെടുത്ത് കൊല്ലാൻ തൊണ്ടത്? അല്ലെ, കൊല്ലാൻ തോണിയത് എങ്ങനെ? നിരുവാരികളായ മലയാളികളെ കൊന്നിരിക്കുമ്പോ ഓടോ ഇന്ത്യ കൈയും കെട്ടി നോക്കിയിരിക്കുന്നേ. ഒരിക്കലും വിശ്വസിക്കണ്ട പാകിസ്ഥാൻ. പക്ഷേ പകരത്തിന് കൊടുത്തിരിക്കും, പകരത്തിന് തിരിച്ചടിക്കും. അടിടാ പട്ടാളക്കാരാ, തിരിച്ചടിക്ക്, കൊല്ലടവനാ, കൊല്ലി പാകിസ്ഥാനെ കൊന്നുവാടി ഇടലോ പട്ടാളക്കാരാ, കൊടുക്കങ്ങട്ടെ. ഇന്ത്യ ഡബിളുമായിട്ട് കൊടുക്കാൻ പോവാണ്. അതെ, കൊടുക്കണവനാ, അടിയട തിരിച്ച് കൊടുക്കണവനാ. ഇങ്ങോട്ട് തൊളിഞ്ഞു കയറിയ പാകിസ്ഥാനെ തിരിച്ചടിക്ക്, ഓന്റെ ജീവൻ എടുത്തെടുക്കണം. മലയാളികളെ കൊന്ന വേദന അവനറിയണം. മലയാളികളെ കൊന്ന വേദന അവനറിയണം. അത് പോരാ, നെഞ്ച് പൊട്ടി അവൻ മരിക്കണം, ചോരപ്പാർന്ന് മരിക്കണം. അതാണ് ഈ പാകിസ്ഥാൻ. അതെ, കൊടുക്കട പട്ടാളക്കാരാ, തോക്കെടുത്ത് വെക്കടാ, പേടിക്കണ്ട, വെക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ എല്ലാ സൗകര്യങ്ങളും ഇന്ത്യ കൊടുത്തിരിക്കുക. ആ ഇന്ത്യ പറഞ്ഞു, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ വെടിവെച്ചിത്തണം. ആ പാകിസ്ഥാൻ ഒരണക്കില്ലാതെ നിരുവാരികളെ മലയാളികളെ കൊന്നിരിക്കുമ്പോ കജ്ജും കെട്ടി നോക്കിയിരിക്കുന്ന ഈ ഇന്ത്യ ഒറ്റക്കെട്ട്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരെ വേർപ്പിച്ചാൻ വേണ്ടി കളിച്ച പരിപാടികൾ സ്വന്തം കാശ്മീരിലെ മണ്ണ് വെച്ച് വെടിവെച്ച് കൊല്ലുമ്പോ പാകിസ്ഥാനെ നിന്നോട് പറഞ്ഞത്, ഇവിടെ സൈത്താൻ നിനക്ക് എങ്ങനെയോ ചോര കുടിക്ക സൈത്താൻ നിനക്കുണ്ടായത്. ഇവിടെ സൈത്താൻ നിന്നോട് പറഞ്ഞത്, ചോര കുടിക്കുന്ന സൈത്താൻ കാശ്മീരിലെ മണ്ണിൽ വന്ന് സ്വന്തം ഭാര്യനും കുട്ടിയിലെ മക്കളും മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം കുട്ടിന്റെ അച്ഛനെ ഇല്ലാതാക്കുന്ന കാട്ടുകള്ളന്മാരെ, സൈത്തന്മാരെ, പാകിസ്ഥാൻ കൂരന്മാരെ, ഗുഷ്ടന്മാരെ നിന്നൊക്കെ കാത്തിരിക്കുന്ന, നിന്നൊക്കെ വെടിവെച്ച് വീത്തും ഈ പട്ടാളക്കാര് നിന്നെ വീട്ടിരിക്കും. ഒരു സംശയം വേണ്ട. നീ തൊളിഞ്ഞു കയറികൾ നിന്നെ അവിടെ വന്ന് പാകിസ്ഥാനിൽ വന്ന് വെടിവെച്ച് കൊല്ലുന്ന. അതെ, അത് തന്നെയാണ്. നീ എന്തിനാണ് ഇങ്ങനെ ഒരു അണക്കയില്ലാതെ നീ വന്ന് ആക്രമിക്കുമ്പോ ഇന്ത്യ ലെവലാണ്, ലെവല് മാത്രമാണ്. ഇതൊരു ലെവലാട്ടോ. ഈ ലെവല് പണ്ട് പഠിച്ചില്ലെങ്കിൽ
പാകിസ്ഥാനെ നിന്റെ തടി കയറും. പാകിസ്ഥാനോട് നിന്റെ തടി കേടുവരും. ഓർത്തോ, നിന്റെ തടി കേടാത്ത കാലം നിന്റെ തടി സൂക്ഷിച്ചോ. പാകിസ്ഥാൻ സൈത്താനോട് പറഞ്ഞത് നിന്റെ തടി ഓർത്തോ. നിന്റെ തടി കേടുവരുന്നെങ്കിൽ അത് ഇന്ത്യ കേടുവരുത്തും. ഇന്ത്യയുടെ പട്ട ആൾക്കാരെടുക്കും, നിന്നെടുക്കും. നീ ഏത് മുക്കില് പോയി ഒളിച്ചാലും, നീ ഏത് മടിയിൽ ഒളിച്ചാലും നിന്നെ തേടി പട്ട ആൾക്കാർ പിടിച്ചിരിക്കും. അതെ, നിന്നോട് ചോദിക്കും, നിന്നെങ്ങട്ട് ആരയച്ച്, ആരൻ എനിക്ക് ആയിരം തന്നത്, ആരൻ എനിക്ക് ഈ പാവപ്പെട്ട മലയാളികളെ കൊല്ലാൻ വേണ്ടി തോക്ക് തന്നതാരെ? എന്തിനാ നീ വന്നത്? എന്താണ് എന്റെ ആവശ്യം? എന്തിനു വേണ്ടി വന്നത്? എന്തിനാണ് ഈ ഊരാക്രമം നീ ആക്രമിച്ചത്? എന്താണ് പാകിസ്ഥാൻ നീ ചെയ്തത്? എന്തിനാണ് നീ കാശ്മീരിലെ മണ്ണിലേക്ക് കടന്നത്? എന്തിനു വേണ്ടി? നീ എന്തിനാ കാശ്മീരിലേക്ക് മണ്ണിലേക്ക് വരുമ്പോ നീ ഓർക്കണം. അതുകൊണ്ട് ഇനി ചവിട്ടിക്കഴിഞ്ഞാൽ നിന്റെ കാലിൽ ഇന്ത്യനെ അത് പട്ടാൾക്കാരെടുക്കും. തോർക്കും വേണ്ട, ഒരു സൽസം വേണ്ട. പട്ടാൾക്കാര്, ഇന്ത്യയുടെ പട്ടാൾക്കാർ സോങ്ങ. അതെ, ഞങ്ങൾ തണുത്തിരിക്കല്ല, ഞങ്ങൾ തിരിച്ചടിക്കും. പട്ടാൾക്കാർ തിരിച്ചടിക്കും. പാകിസ്ഥാനെ തിരിച്ചടിക്കും. പാകിസ്ഥാനെ നേരിടും. നമ്മുടെ പട്ടാൾക്കാർ, നമ്മുടെ കാവൽ നിൽക്കുന്ന പട്ടാൾക്കാർ, ഈ ഇന്ത്യയുടെ പട്ടാൾക്കാർ വെറുതെ വിടാന്ന് വെച്ചിട്ടില്ല. ഓക്കെ, നിന്നെ പിടിക്കും. നീ എവിടെ ഒളിച്ചാലും, നീ ഏത് മടിയിൽ ഒളിച്ചാലും നിന്നെ പിടിച്ചിരിക്കും. ഓക്കെ, ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് നീ എങ്ങനെയോ, അതെ സൈത്താനായ പാകിസ്ഥാൻ, നീ എന്തിനാ മലയാളികളെ കൊന്നത്? നിരുപാധിയായ മലയാളികളെ കൊല്ലുന്നതിനെ സൈത്താൻ നീ ഇത് ചെയ്തെന്തിനെ? നിന്നോട് ചോദിക്കുന്നോടത്തേനാണോ? അതുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ എല്ലാവരും കാണുക. അതുകൊണ്ട് ഒരു സൈത്താൻ കാട്ടിക്കൂട്ടിയ പരാക്രമം നമ്മുടെ മലയാളികളെയാണ് ഇല്ലാതാക്കിയത്. കാശ്മീരിലെ മണ്ണിൽ ടൂറ് പോകാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ കൂടെ ആ ഒരു പോയതാണ്. ആ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പോയ അവളെ നേരെയാണ് തോക്കെടുത്ത് ഈ സൈത്താൻ വീരന്മാരായ ആ പാകിസ്ഥാൻ ആക്രമിച്ചത് എന്ന് നമുക്കറിയാം. ഞാൻ ഈ കാര്യം ഓർമ്മിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടാണ്. പാകിസ്ഥാന പൂട്ടുവനാ. വെടിവെക്കണം. തിരിച്ചു വെക്കാൻ കഴിയാനായിട്ടല്ല. നീ പേടിക്കണ്ട. ജീവത്തിന് വേണ്ടി വിട്ടോ. നിന്റെ ജീവ ഒരിക്കലും നിനക്ക് മാപ്പില്ല. നീ മലയാളികൾ എടുക്കുമ്പോ ഈ ഇന്ത്യ നിനക്ക് മാപ്പ് തരാന്ന് വെച്ചില്ല. നിന്നെ കാച്ചും പറഞ്ഞ കാച്ചിരിക്കും. നിന്നെ വിസിറിയ ഇട്ട് തകർത്തി ചർപ്പടാക്കും. അതെ, ഇന്ത്യ സോങ് ആയിരിക്കുക. ഇന്ത്യനോട് കളിക്കാൻ ആയിട്ടില്ല. കാരണം ഈ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി ചെയ്തിരിക്കും. ആ പ്രധാനമന്ത്രി ഒരിക്കലും പാകിസ്ഥാനിക്ക് ഒരു സൈഡും തരൂല. ഓരൊക്കെ ഒരു സപ്പോർട്ടും തരൂല. അതെ, ഈ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എല്ലാവരും. അതുകൊണ്ട് ഈ കാട്ടക്കള്ളന്മാരെ പിടിക്കല്ലാതെ വേറെ വഴിയില്ല. ഈ കാട്ടക്കള്ളന്മാരെ പിടിച്ച് അവർക്ക് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് പർദ്ദമായ ശിക്ഷ കൊടുത്ത് അവർക്ക് പർദ്ദമായ കൊടുക്കണം. എങ്ങനെയാണ് ഈ വീരന്മാരായ കള്ളപ്പന്നികൾ വന്ന് ഈ മലയാളി മണ്ണിലേക്ക്, കാശ്മീർ മണ്ണിലേക്ക് കടന്നു വന്ന് കാശ്മീരിലെ ആക്രമിക്കാൻ എങ്ങനെ ധൈര്യം വന്നെന്ന് നമുക്ക് നോക്കണം. അതുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.